ഹായ് എവരിവൺ. ഇത്തവണയും കുറേ പേർക്കുള്ളൊരു കൺഫ്യൂഷനാണ് PhD ഓൺലി എലിജിബിലിറ്റി കിട്ടിയവർ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. ഓൾറെഡി അറിയാം, JRF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡോടെ PhD ചെയ്യാം. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് കിട്ടിയാൽ പഠിപ്പിക്കാനുള്ള മിനിമം യോഗ്യതയാണത്. അതോടൊപ്പം തേർഡ് കാറ്റഗറി ആയിട്ട് PhD ഓൺലി എന്നുള്ളൊരു റിസൾട്ട് കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ റിസൾട്ട് കിട്ടിയവർ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഗൈഡിനെയും റിസർച്ച് ഏരിയയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മുൻപ് അതാത് യൂണിവേഴ്സിറ്റികൾ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ നിന്നാണ് PhDക്കുള്ള അഡ്മിഷന് വേണ്ടിയുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുത്തതെങ്കിൽ ഇപ്പോൾ നെറ്റ് പരീക്ഷയാണ് ഭൂരിഭാഗം എല്ലായിടത്തും ആ ടെസ്റ്റുകൾ ഒഴിവാക്കപ്പെട്ട് നെറ്റിന്റെ സ്കോർ വെച്ചിട്ട് PhD പ്രോസസ്സിംഗ് നടത്തുന്നുണ്ട്, അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗൈഡിനെയും നിങ്ങളുടെ റിസർച്ച് ഏരിയയും കണ്ടെത്തി കഴിഞ്ഞാൽ PhD ഓൺലി എലിജിബിലിറ്റി നേടിയ റിസൾട്ട് കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് PhD പ്രവേശനത്തിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് കടക്കാം. ഏത് യൂണിവേഴ്സിറ്റി ആണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒന്ന് പോയി അന്വേഷിക്കുകയും ആ പ്രോസസ്സിന്റെ ടൈം ലൈൻ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. കുറച്ചുകൂടെ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ PhD ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ഗൈഡ്ഷിപ്പിനെ പറ്റിയൊക്കെ ഉള്ള കൂടുതൽ ഇൻഫോ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാനും പറ്റും. ഓൾ ദി ബെസ്റ്റ്.